ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലോ ആൻഡ് ബ്യൂട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ട പോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പൊക്കെ മാറി മുഖം നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഓട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പൊതുവെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പാർലറിൽ പോയിട്ട് ഫേഷ്യൽ ചെയ്യാറാണ് പതിവ്. എന്നാൽ അത് നമ്മുടെ സ്കിന്നിന് ഒരു പെർമനൻ്റ് റിസൾട്ട് നൽകാറില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി പാർലറിലൊന്നും പോയിട്ട് പൈസ കളയാതെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാക്ക് കൂടിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതാണ്. ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ ഒരു 2-3 സ്പൂണോളം ഓട്സ് ആണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ഓട്സ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഡ്രൈ സ്കിൻ ഉള്ളവർക്കും സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഓട്സ്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറ്റാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങൾ നമ്മുടെ സ്കിന്നിനെ ചെറുപ്പമായി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നിറം വയ്ക്കാനും ഫേസിലൊക്കെ അധികമായിട്ടുണ്ടാകുന്ന എണ്ണമയം കുറയ്ക്കാനും സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിലനിർത്താനും പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റാനും സ്കിന്നിനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നല്ലതാണ് ഓട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദാ ഓട്സ് ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു 2 സ്പൂൺ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതൊന്ന് മിക്സായി കിട്ടാൻ ആവശ്യത്തിന് തൈരും ഒരു 1/2 സ്പൂണോളം തേനും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒന്നുകൂടെ റിസൾട്ട് കിട്ടുക തൈരിനാണ്. തൈര് നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പകറ്റി നിറം വയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാനും തൈര് സഹായിക്കുന്നുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുക്കുക. എന്നിട്ട് കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി ഫേസിലും കഴുത്തിലും കൂടെ ആയിട്ട് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് ഒന്നെങ്കിൽ ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്കിന്നിലെ കരിവാളിപ്പൊക്കെ മാറി സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. പിന്നെ നിങ്ങളിത് ഫേസിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാച്ച് ടെസ്റ്റ് നടത്താം. കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക്